അത് പ്രാഞ്ചേട്ടൻ്റെ സിനിമയിൽ പറയുന്നത് കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ആ ഇനിയുള്ള കാര്യങ്ങൾ നീ ശ്രദ്ധിക്കുക. അതായത് എനിക്ക് മാത്രം സമാധാനം, എനിക്ക് മാത്രം ഒരു സുഖമില്ല, അതൊരിക്കലും സംഭവിക്കില്ല. അതാണ് ക്രിസ്മസിന് ദൈവം മാലാഖയെ അയച്ച് പറഞ്ഞത്, ലോകം മുഴുവനും ഇതാ ഒരു സന്തോഷത്തിന്റെ വാർത്ത. ഇത് നമ്മൾക്ക് കിഡ്നി രോഗികൾക്ക് ഡയാലിസിസ് യൂണിറ്റ്. രജിസ്റ്റർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഇവിടെ ആർക്ക് വേണമെങ്കിലും, ഇതിപ്പോ അമല ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്തുള്ള കുർബാന എന്ന് പറഞ്ഞ സ്ഥലത്താണിത്. ഈ ചുറ്റുപാടുള്ള ആർക്കും വേണമെങ്കിലും ഇവിടെ സൗജന്യമായിട്ട് ഡയാലിസിസ് ചെയ്യാം. കർത്താവിന്റെ മൈൻഡ് ഒട്ടും ഓക്കെ അല്ല. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താ പ്രശ്നം? സമാധാനമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റണില്ല. അത് ലോകത്തിലെ എല്ലാവരുടെയും പ്രശ്നമാണ്. എന്റെ മാത്രല്ല, എല്ലാവരുടെയും പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് ഈ ലോകത്തിന് ദൈവം തരുന്നത്. അല്ല തനിക്ക് മാത്രം മതിയാ സമാധാനം? ഞാൻ ഇപ്പൊ സത്യം പറഞ്ഞ അതാ പ്രാർത്ഥിച്ചു. അവിടെയാണ് പ്രശ്നം. അതായത് എനിക്ക് മാത്രം സമാധാനം, എനിക്ക് മാത്രം ഒരു സുഖമില്ല, അതൊരിക്കലും സംഭവിക്കില്ല. അതാണ് ക്രിസ്മസിന് ദൈവം മാലാഖയെ അയച്ച് പറഞ്ഞത്, ലോകം മുഴുവനും ഇതാ ഒരു സന്തോഷത്തിന്റെ വാർത്ത. തനിക്ക് തന്നെ സന്തോഷം ചോദിച്ചാൽ കിട്ടില്ല, കിട്ടാൻ പറ്റില്ലല്ലോ. എല്ലാവർക്കും കൂടി വേണ്ടി ചോദിക്കണം, എല്ലാവർക്കും കൂടി ഇട്ട് ചോദിക്കണം. കാരണം വെച്ചാൽ ഈ ലോകത്തിലെ ഒരു മനുഷ്യൻ പോലും നശിച്ചു പോകാൻ പാടില്ല. ഇപ്പം നിങ്ങൾക്ക് ഒരു കുടുംബത്തിലെ നിങ്ങളുടെ മകള് മരിച്ചു പോകാൻ ആഗ്രഹിക്കുമോ? ഇല്ലല്ലോ. അതുപോലെ ദൈവം ഈ ലോകത്തിൽ ഒരു മനുഷ്യനും നശിച്ചു പോകാൻ ആഗ്രഹിക്കില്ല. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ എനിക്കൊരു സുഖമില്ല, എനിക്കൊരു സമാധാനമില്ല എന്ന് പറയുന്ന പ്രാർത്ഥന ദൈവപക്കൽ എത്തില്ല. അതായിരുന്നു എനിക്ക് പറ്റിപ്പോയത്. അതാണ് തെറ്റുപോയത്. മനുഷ്യരുടെയൊക്കെ ജീവിതത്തിൽ തെറ്റതാണ്. അവൻ ചോദിക്കുന്നത് എനിക്കിത് കിട്ടണം, എനിക്കത് കിട്ടണം. കിട്ടില്ല. നമ്മൾ ലോകം മുഴുവൻ സുഖം പകരാൻ, അതാണ് ക്രിസ്മസ്. ലോകത്തിന് മുഴുവൻ അത് അങ്ങനെയുള്ള മനസ്സില്ലല്ലോ. അതായത് അപ്പുറത്തെ വീട്ടിൽ എന്തെങ്കിലും സന്തോഷം ഉണ്ടാകുമ്പോൾ തന്നെ എനിക്ക് സന്തോഷമില്ല. കാരണം എൻ്റെ വീട്ടിൽ സന്തോഷം, അവൻ്റെ വീട്ടിൽ ദുഃഖം ഉണ്ടാവണം. അപ്പോഴാണ് സന്തോഷം. ഞാൻ ജയിക്കണം, നീയും ജയിക്കാൻ പാടില്ല. നീ തോൽക്കണം. നീ തോൽക്കുമ്പോഴാണ് എനിക്ക് സന്തോഷം കിട്ടുന്നതെങ്കിൽ അത് ദൈവം ഒരിക്കലും ആഗ്രഹിക്കണ സന്തോഷമല്ല. നീയും ജയിക്കണം, ഞാനും ജയിക്കണം. അതെങ്ങനെയാണെന്നുള്ളതാണ് മനുഷ്യൻ ചിന്തിക്കുക. രണ്ടാളെങ്ങനെ ജയിക്കുക? രണ്ടാളും ജയിക്കും. യേശുവിനെ കുരിശിൽ തറച്ചവനും ജയിച്ചു, കുരിശിൽ കിടന്ന് മരിച്ചവനും ജയിച്ചു, ഉയർത്തെഴുന്നേറ്റു. അതാണ് ഈ ലോകത്തിൽ മനുഷ്യൻ മനസ്സിലാക്കാൻ പറ്റാത്തത്. മനുഷ്യന് ഏത് മതവിശ്വാസിയാണെങ്കിലും അവൻ പ്രാർത്ഥിക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ്റെ വീട്, ഞാനും എൻ്റെ ആളും 40 പേരും അവരിങ്ങനെ കപ്പലുണ്ടാക്കി ബാക്കിയുള്ള കപ്പലെടുത്ത് താന്നുകൊണ്ട് ആർക്കും വിഷമില്ല. എൻ്റെ കപ്പൽ മുങ്ങരുത് എന്ന് മാത്രമാണ് ആഗ്രഹം. അങ്ങനെ ദൈവം ഒരിക്കലും മനുഷ്യന് വേണ്ടി പ്രവർത്തിക്കില്ല. എല്ലാ മനുഷ്യർക്കും ആ മനസ്സാണ് മനുഷ്യത്വം എന്ന് പറയുന്നത്. അതാണ് ദൈവം മനുഷ്യനായിട്ട് അവതരിച്ചത്. അതായത് യഥാർത്ഥ മനുഷ്യൻ ഒരു മനുഷ്യനെ വേദനിപ്പിക്കാൻ ആഗ്രഹിക്കില്ല. മാത്രമല്ല നമ്മളെങ്ങനെ സ്നേഹിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിന്നെ സ്നേഹിക്കുക എന്നിട്ട് അവനെ ദ്രോഹിക്കുക. അതായത് നിനക്കൊരു വിഷമം വരാൻ പാടില്ല, നിനക്കൊരു വിഷമം വരാൻ പാടില്ല. അപ്പം അവനോ അത് പോട്ടെ, അവന് വിഷമം. ഞാൻ സ്നേഹിക്കുന്ന ആൾക്ക് വിഷമം ഉണ്ടാവാൻ പാടില്ല. അതെങ്ങനെ ശരിയാവുക? ഞാൻ സ്നേഹിക്കുന്ന ആൾക്ക് വിഷമം ഉണ്ടാവാൻ പാടില്ല. അവൻ്റെ അപ്പനമ്മയ്ക്ക് വിഷമമാണെങ്കിലോ അതെനിക്കറിയേണ്ട ആവശ്യമില്ല. അപ്പം നമ്മൾ കാണിക്കണത് പ്രാർത്ഥന എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ കാണിക്കണത് സ്വാർത്ഥനയാണ്. സ്വാർത്ഥന അങ്ങനെ വാക്കുണ്ട്, ഉണ്ടാക്കാലോ. പുതിയ വാക്കാണ് സ്വാർത്ഥന. അപ്പൊ ഈ ക്രിസ്മസിന് മനുഷ്യൻ പ്രാർത്ഥിക്കുന്നത്, എൻ്റെ വീട്ടിൽ വട്ടയപ്പം, എൻ്റെ വീട്ടിൽ കേക്ക്, എൻ്റെ വീട്ടിൽ കരോള്, അപ്പുറത്തെ വീട്ടിൽ പട്ടിണിയാണ്. അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. നമുക്ക് ആഘോഷിക്കാം. അതായത് നമ്മൾ ആഘോഷിക്കുമ്പോൾ മറ്റുള്ളവർ സങ്കടപ്പെടുന്നുണ്ടോ എന്ന് നോക്കണ ഒരു മനസ്സ്
മനുഷ്യൻ നഷ്ടപ്പെട്ടു പോയി. ക്രിസ്മസിന് നമ്മൾ ചിന്തിക്കേണ്ടത്, ഞാൻ എൻ്റെ വീട്ടിൽ സന്തോഷിക്കുന്നത് പോലെ അയൽക്കാരൻ്റെ മറ്റുള്ള വീട്ടിൽ സന്തോഷം ഉണ്ടാവണമെന്ന്. ഇന്ന് ഈ കോടതിയിലെ ആൾക്കാർ വരണ കണ്ടിട്ടുണ്ട. ചില ആൾക്കാർ തുള്ളിച്ചാടി വരിക, ചില ആൾക്കാർ കരഞ്ഞിട്ട് വരിക. ഒരാൾ ജയിച്ചു, ഒരാൾ തോറ്റു. ഈ ലോകത്തിന്റെ സ്ഥിതി അതാണ്. അല്ല, കേസാകുമ്പോ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. എല്ലാ കേസിലും അങ്ങനെയാന്ന്. ആ കേസല്ല, എല്ലാ കേസിലും അങ്ങനെ തന്നെയാ. എന്താണ്, മരോൻ തോൽക്കണം, എൻ്റെ മോള് ജയിക്കണം. അതാണ് അമ്മായിമ്മയുടെ തത്വശാസ്ത്രം. പക്ഷെ ക്രിസ്മസ് അങ്ങനെയല്ല. ക്രിസ്മസ് എന്ന് പറയുന്നത് നമുക്കിത്തിരി സങ്കടം എന്തായാലും കുഴപ്പമില്ല, മറ്റുള്ളവർക്ക് ഇത്തിരി സന്തോഷിക്കട്ടെ എന്ന് പറയുന്ന മനസ്സാണ് ക്രിസ്മസ്. അപ്പം അതുകൊണ്ട് ഇപ്പം ഈ കിഡ്നി രോഗികളുടെ കഥകളൊക്കെ നമ്മൾ കേട്ടില്ലേ. അപ്പോൾ എൻ്റെയും ഈ കിഡ്നി ഫെഡറേഷൻ ആൾക്കാർ സന്തോഷം എന്ന് വെച്ചാൽ അവർ സന്തോഷിക്കട്ടോ, അപ്പം നമുക്ക് സന്തോഷമായി. അതാണ് കാര്യം. അപ്പം അതുകൊണ്ട് ക്രിസ്മസ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ അപരർക്ക് സന്തോഷം കൊടുക്കാൻ വേണ്ടി കുറച്ചങ്ങോട്ട് സങ്കടപ്പെട്ടോ. നമ്മളിപ്പോ എവിടെ ഇങ്ങനെ ഇരിക്കുമ്പോഴേ എനിക്ക് പ്രാഞ്ചിയേട്ടനിൽ പുണ്യാളം പെട്ടെന്ന് വരൂലേ, അതേപോലെ ഫീൽ ചെയ്യുന്നത്. അപ്പൊ അച്ഛൻ ഇവിടെ ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ അല്ല, ആ പ്രാഞ്ചേട്ടന്റെ സിനിമയില് പുണ്യാളൻ, പ്രാഞ്ചേട്ടന്റെ വീട്ടുപേരെന്താ? പേര് എനിക്ക് ഓർമ്മ ചെറമല്. ശരി, ഇവിടെ കോയിൻസിഡൻസ് അല്ല, എന്റെ കിഡ്നി ഡൊണേറ്റ് ചെയ്ത കാലത്താണ് അത് പിടിച്ചത്. അപ്പൊ അങ്ങനെ ചേർത്ത് വെച്ച നമ്മുടെ ജീവിതത്തിലെ എല്ലാ സമയത്തും ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്. കേൾക്കാത്തത് നമ്മളാണ്. നമ്മൾ കേൾക്കണില്ല. നമുക്ക് വേറെ കുറെ കാര്യങ്ങളൊക്കെ കേൾക്കാനേ നേരമുള്ളൂ. നമുക്ക് ഇത് കേൾക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇപ്പം ഞാനിത് പറയുന്നത് പ്രേക്ഷകർ കേൾക്കണം, അവർ പറഞ്ഞത് ഞാനും കേൾക്കണം. അപ്പം ഈ ക്രിസ്മസിന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, മറ്റുള്ളവരൊന്നും മനസ്സിലാക്കുക. എനിക്കുള്ളത് പോലെ തന്നെയാണ് മറ്റുള്ളവർക്കും വിഷമതകളുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റണം. ദൈവസന്നിധിയിൽ മനുഷ്യൻ വന്ന് പ്രാർത്ഥിക്കുന്നത് മുഴുവൻ എന്താണെന്ന് വെച്ചാൽ അവൻ്റെ സെൽഫിഷ് ആഗ്രഹങ്ങളാണ്. നമ്മളിങ്ങനെ വന്ന് ഇവിടെ ഇരുന്ന് പോകുമ്പോഴേ നമുക്ക് കുറെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഉള്ളതുകൊണ്ടേ അത് ചിലപ്പോൾ ഇങ്ങനെ പറഞ്ഞു പോകുമല്ലോ. അപ്പൊ തമ്പുരാന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചൊരു കഥ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആള് എന്നിട്ട് പറഞ്ഞു, തമ്പുരാനെ എൻ്റെ ബിസിനസ്സൊക്കെ വളരെ മോശമാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് നല്ല ബിസിനസ് എനിക്ക് തരണം, അതിന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കണേ. അപ്പോൾ ഇയാൾ എല്ലാ ദിവസവും ഒന്ന് പ്രാർത്ഥിക്കും. എന്നിട്ട് കേൾക്കണ്ടായപ്പോൾ പള്ളിയിലത്തെ അച്ഛൻ്റെ അടുത്തേക്ക് പോയി. ഇയാൾ അച്ഛൻ വഴി ചെല്ലായിരുന്നു. പറഞ്ഞു, അച്ഛോ ബിസിനസ്സൊക്കെ വളരെ മോശം, കുറേ നാളായി ഞാൻ അന്തുവിളിച്ചില്ലാണ്ട് പ്രാർത്ഥിക്കണം, കേൾക്കണില്ല. അപ്പം അച്ഛനെ ഒന്ന് പ്രത്യേകം പ്രാർത്ഥിക്കണം, ബിസിനസ്സൊക്കെ വളരെ മോശമാണ്. ഓക്കെ, ഞാൻ പ്രാർത്ഥിക്കാമെന്നും പറഞ്ഞു. അച്ഛനും പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. ഒരു 2-3 ആഴ്ച കഴിഞ്ഞിട്ടും ഇയാളുടെ ബിസിനസ് പുരോഗമിക്കണില്ല. അപ്പൊ ഇയാൾ അച്ഛനെടുത്തു, അച്ഛൻ്റെ പ്രാർത്ഥന ശരിയല്ല കേട്ടാന്ന് പറഞ്ഞു. എൻ്റെ പ്രാർത്ഥന ശരിയല്ലെന്നല്ല അച്ഛൻ, അത് എത്ര പ്രാവശ്യം അച്ഛനോട് ഞാൻ പറഞ്ഞു, എൻ്റെ ബിസിനസ് ശരിയാവില്ല എന്ന്. എടി ഇപ്പോഴും ശരിയായിട്ടില്ല. അപ്പം അച്ഛൻ പറഞ്ഞു, അത് ശരിയാവും. എന്തത് നിന്റെ ബിസിനസ് എന്താ? അച്ഛൻ അതറിയണ്ട, അച്ഛൻ പ്രാർത്ഥിച്ചാൽ മതി. അല്ല, അത് ശരിയാവില്ല, നീ എന്താ നിന്റെ ബിസിനസ് എന്ന് പറ, എന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കണുള്ളൂ. അല്ല, അത് അച്ഛൻ പ്രാർത്ഥിച്ചാൽ മതി. ബിസിനസ് എന്താണോ? അല്ലെങ്കിൽ പ്രാർത്ഥന നിർത്തി. കാര്യം എന്താന്ന് പറഞ്ഞു. എന്താ എൻ്റെ ബിസിനസ്? പറഞ്ഞു, എൻ്റെ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മഞ്ചപ്പണിയാണ്, ശവപ്പെട്ടി. അപ്പം അത് വളരെ മോശമാണ് ഇപ്പോൾ. അപ്പൊ അച്ഛൻ നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കണം. ആളുകൾ മരിക്കാൻ അതൊന്നും പറയില്ല, മരിക്കണതൊന്നും പറയില്ല. പക്ഷെ എൻ്റെ ബിസിനസ് നന്നാവണം. ആര് ചത്താലും വേണ്ടില്ല, എൻ്റെ ബിസിനസ് നന്നാവണം. അപ്പം ഈ മനുഷ്യൻ്റെ ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ എന്ന് വെച്ചാൽ അവൻ്റെ കാര്യങ്ങൾ. അങ്ങനെയുള്ള ഒരു മനുഷ്യനെയും കുറേ കഴിയുമ്പോൾ ആൾക്കാർ ഉപേക്ഷിക്കും. നമ്മൾ ജീവിതത്തിൽ അവനവൻ്റെ കാര്യം നോക്കുന്നത് എന്ന് മറ്റാൾ തിരിച്ചറിഞ്ഞാൽ നിന്നെ അപ്പം തന്നെ അവോയ്ഡ് ചെയ്യും. അത് ഏത് കാമുകൻ കാമുകയാണെങ്കിൽ പോലും ഇവ എൻ്റെ കാര്യം നോക്കണേട്ടാ, നമ്മൾ ആകെ വഴിയാധാരാവും, വിട്ടടാ, ആള് വിടും. അപ്പം അതെന്താ വിടാൻ കാരണം? കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തെ അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ശരിയാവില്ലട്ടാ, അങ്ങോരുടെ കാര്യം മാത്രം ശ്രദ്ധിക്കണമല്ലോ. അതാണ് ക്രിസ്മസിന് മനസ്സിലാക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ കാര്യം ശ്രദ്ധിച്ചില്ല, മറ്റുള്ളവരുടെ കാര്യം ശ്രദ്ധിച്ചത്. അങ്ങനെ ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ ഈ ലോകം മുഴുവൻ സ്നേഹിക്കുന്നത്. എന്നെ സ്നേഹിക്കില്ല എന്ന് പറയുന്ന കുറേ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, താൻ എത്ര പേരെ സ്നേഹിക്കുന്നുണ്ട്? സ്നേഹിക്കാന്ന് പറഞ്ഞാൽ വഴി കിടക്കുന്ന ആൾക്കാരുടെ ഐ ലവ് യു എന്ന് പറയുന്നതല്ല. നീ അവർക്ക് വേണ്ടി എന്തുടി ചെയ്തണ്ട?
ഒന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് പറയാ എന്നെ സ്നേഹിക്കില്ല, എന്നെ സ്നേഹിക്കണില്ല. ഈ സ്നേഹിക്കുക എന്ന് പറയുന്നത് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കാന്നല്ല അർത്ഥം. ഞാൻ മരിയൻ കോളേജിലൊരു ഇനാഗ്രേഷന് പോയി, കോളേജ് ഡേ. അന്ന് പിള്ളേരൊക്കെ ടോക്ക് കഴിഞ്ഞപ്പോൾ ഇൻട്രാക്ഷൻ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ ഒരു കുട്ടി ചോദിച്ചു, അച്ഛാ ഞങ്ങൾ കോളേജിൽ വരുമ്പോൾ ഞങ്ങൾ ക്ലാസ് ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ടിനൊക്കെ തിരഞ്ഞെടുക്കണം. അപ്പൊ അത് എങ്ങനെ തിരഞ്ഞെടുക്കാം, അച്ഛനൊന്ന് ഉപദേശം തരുമെന്ന്. ഗേൾ ഫ്രണ്ടിന് ബോയ് ഫ്രണ്ട് തിരഞ്ഞെടുക്കാൻ. ഞാൻ പറഞ്ഞു അതൊരു സംഭവം ഉള്ളല്ലോ. ഞാൻ പറഞ്ഞു ഒരൊറ്റ കാര്യമുള്ളോ, നീ നന്നായിട്ട് പാട്ട് പാടുന്നു, നീ ക്ലാസ്സിൽ ഫസ്റ്റ് അടിക്കുന്നു, അപ്പോഴൊക്കെ വന്നിട്ട് അതിനെ കെട്ടിപ്പിടിച്ച് കൈയൊക്കെ തന്ന് കൂലിയൊക്കെ ഒരു സംഭവമാണ് ആൾക്കാരുണ്ടല്ലോ, അവരെയാടാ നീ തിരഞ്ഞെടുക്കേണ്ടതെന്ന് ഞാൻ പറയില്ല. അവരല്ല, പിന്നെ ആരാ? നീ തോറ്റു, പാട്ടകട് പാടി കംപ്ലീറ്റ് വെള്ളി സ്വർണം ചെമ്പൊക്കെ വീണു, ആകെ അവതാളത്തിലായി, കൂവി കൂവി അവരുടെ തൊണ്ട പൊട്ടി. നീ ഒരു സ്ഥലത്തേക്ക് മുങ്ങി വിടുന്ന ഒരു സ്ഥലത്തേക്ക്, പിറ്റേ ദിവസം കോളേജിലേക്ക് നീ എഴുന്നള്ളാണ്, കൂടെ ആൾക്കാർ മുഴുവനുണ്ട് നിന്നെ വീണ്ടും എഴുന്നള്ളിക്കാനായിട്ട്. നീ എന്നാലും അതിനൊക്കെ സഹിച്ചു, പിന്നെ മിണ്ടാണ്ടായി നീ. അങ്ങനെ നീ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ദേ വരുന്ന ഒരാള്, ഡാ എന്തുകൊണ്ടത്, ഇതൊക്കെ ഉണ്ടാവില്ലേ, അതിനെന്താ പ്രശ്നം, നിങ്ങടെ വന്നേ, നീ അല്ല നീങ്ങടെ വാ, നീ വാ നമുക്കൊരു ചായ പിടിക്കാൻ പോവാ. അവനാടാ നിന്റെ ഫ്രണ്ട്, അവനാണ് നിന്റെ ബോയ് ഫ്രണ്ട്, അവനാണ് നിന്റെ ഗേൾ ഫ്രണ്ട്. സന്തോഷങ്ങൾ പങ്കിടുന്നവനല്ല, സങ്കടങ്ങൾ പങ്കിടുന്നവനാണ്. ക്രിസ്തു വന്നത് അതിനാ. ആണ് എപ്പോഴും ഞാനത് പറയണത്. സന്തോഷം പങ്കിടാൻ ക്രിസ്തു വന്നിട്ടില്ല, ക്രിസ്തു വന്നത് നമ്മുടെ സങ്കടങ്ങൾ പങ്കിടാനാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലാണെങ്കിൽ, നമ്മൾ ഫ്രണ്ട്ഷിപ്പിലാണെങ്കിൽ കേൾക്കുന്നതോടൊക്കെ പറയാനുള്ളത്, നിങ്ങളെ മറ്റുള്ളവർ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട്? നീ നിന്റെ കാര്യം മാത്രം നോക്കണ ഒരു ഭർത്താവാണെങ്കിൽ, ഭാര്യയാണെങ്കിൽ, ഉള്ളിൻ്റെ ഉള്ളില് നിന്നിൽ നകന്നുകൊണ്ടിരിക്കും. നിന്റെ മക്കള് നിന്നെ പരിശോധിക്കുന്നുണ്ട്. ഈ അപ്പൻ്റെ കാര്യം മാത്രമേ നോക്കണുള്ളൂ, മനസ്സിലായ? അത് കാണുമ്പോൾ അപ്പനിൽ നിന്ന് അകലും. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ചുറ്റും ആൾക്കാരുണ്ട്, അവരൊക്കെ നമ്മൾ വിലയിരുത്തുന്നുണ്ട്. ഞാനത് ആലോചിക്കണേ, എന്നെ വിലയിരുത്തട്ടെ, ഇങ്ങോരുടെ കാര്യം മാത്രമേ നോക്കണുള്ളൂ. ഐൻസ്റ്റീൻ എന്ന് പറഞ്ഞിട്ടൊരു വലിയൊരു ശാസ്ത്രജ്ഞനുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു വലിയ കണ്ടുപിടുത്തത്തിൽ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒരു വിരുന്ന് നടത്തി. അപ്പോൾ ഒരു കേക്ക് കട്ട് ചെയ്യാണ്. കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ 4-5 പേരുണ്ടായിരുന്നവർ, ആൾ 6 കഷ്ണം മുറിച്ചു. അപ്പോൾ ചെയ്തെന്ത് നമ്മൾ 5 പേര്, ഇതെന്താ 6 കഷ്ണം? എൻ്റെ ഡ്രൈവർ പുറത്തിരിപ്പുണ്ട്, അവനൊരു കഷ്ണം കൊടുക്കണം എന്ന് പറഞ്ഞു. ആൾക്കാരൊക്കെ ഞെട്ടിപ്പോയി. അങ്ങനെ ഡിഫറെൻ്റ് ആവാന്നുള്ളതാണ്. മനുഷ്യൻ കരുതുന്നത് നമ്മളിപ്പോൾ സച്ചിൻ തെണ്ടുൽക്കർ ആവാൻ പറ്റില്ല, യേശുദാസ് ആവാൻ പറ്റില്ല, PT ഉഷ ആവാൻ പറ്റില്ല, മമ്മൂട്ടി ആവാൻ ഒരിക്കലും പറ്റില്ല, മോഹൻലാൽ ആവാൻ തീരും പറ്റില്ല. ഇതൊക്കെ ആവണമെന്ന് ആഗ്രഹിച്ച് നീ ആവണം. ആണ് സോക്രട്ടീസ് പറഞ്ഞത്, നീ ആവണം. യേശു ക്രിസ്തു പറഞ്ഞത് നീ മനുഷ്യനാകണം, യഥാർത്ഥ മനുഷ്യനാകണം. അപ്പം അതുകൊണ്ട് ക്രിസ്മസിൻ്റെ അന്ന് എന്നെ കേൾക്കുന്നതോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾ എന്തിനീ സങ്കടപ്പെട്ട് നടക്കണം? എൻ്റെ കാരണം എന്താണെന്നറിയോ? നിങ്ങളുടെ ആഗ്രഹങ്ങൾ അതിമോഹമാണ് ദിനേശ, അത്രേ ഉള്ളൂ. ആവശ്യത്തിലുള്ള ആഗ്രഹം മതി. പക്ഷെ നിനക്ക് ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ല, ഒരാൾക്കും ആഗ്രഹിക്കാൻ പറ്റാത്ത കാര്യമൊക്കെ നീ ആഗ്രഹിച്ചുകൊണ്ട് നടക്കണത്. അതുമാത്രമല്ല, നീ മറ്റുള്ളവരിൽ നിന്നും ആഗ്രഹിക്കുന്നത് വളരെ വലുതാ, അതാൾക്ക് പറ്റില്ലേ. അപ്പം നീ ചിന്തിക്കേണ്ടത്, നിനക്കാവാൻ പറ്റാത്ത കാര്യം നീ എങ്ങനെയാണ് മറ്റുള്ളവരിൽ നിന്ന് അങ്ങനെ ചോദിക്കണത്? അപ്പം നിനക്ക് പറ്റാവുന്നൊരു തലമുണ്ട്, അത് ചെറുതല്ല. നമ്മുടെ വിചാരം എന്ന് വെച്ചാൽ അതുപോലെ ആയില്ലല്ലോ, ഒരിക്കലും മറ്റുള്ളവരെ പോലെ ആകാൻ നീ അവനെ കണ്ടുപിടിക്കടാ എന്ന് ആ മാതാപിതാക്കൾ മറ്റുള്ളവരോട് പറയരുത്. നീ ആ കുട്ടീനെ കണ്ടുപിടിക്കുക, അവനെ പോലെ ആകുക, അവന് ഒരിക്കലും ആവരുത്. നിങ്ങളാകണം. അവനിൽ നിന്ന് പലതും പഠിക്കാം, പക്ഷെ അവനെ പോലെ ആകാൻ പരിശ്രമിച്ചാൽ നീ തോറ്റു തുന്നം പാടും. യേശുദാസിനെ പോലെ ആവാൻ വെളുത്ത ഷർട്ടും വെളുത്ത ഷൂവും വെളുത്ത പാൻസ് ഇട്ടാൽ ആവോ? ഉണ്ടാവില്ലേ? അത് യേശുദാസിനെ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് നീ അവരിൽ നിന്ന് പഠിക്കാം, പക്ഷേ നീ ആവണം. മനുഷ്യനോട് ദൈവം പറയുന്നത് നീ നല്ല മനുഷ്യനാകണം. അതാണ് ക്രിസ്മസ്. ആ സന്തോഷം കൊടുക്കുന്ന ഒരു മനുഷ്യനാകണം. കരച്ചിലിൻ്റെ നടുവിലും സന്തോഷം കൊടുക്കുന്ന മനുഷ്യനാകണം. അങ്ങനെയുണ്ട് ചില മനുഷ്യർ. ഇപ്പോൾ അമേരിക്കയിലെ ഒരു വെടിവെപ്പ് നടന്നില്ലേ, ചാൾസ് ക്രീക്ക് എന്ന് പറഞ്ഞ ആളെ വെടിവെച്ച് കൊന്നില്ലേ? അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്താ പറഞ്ഞത്? ഒരു അക്രമം ഈ ലോകത്തുണ്ടായില്ലല്ലോ, അമേരിക്കയിലുണ്ടായില്ലല്ലോ. എൻ്റെ ഹസ്ബൻഡ് ആ വെടിവെച്ചവനോട് ക്ഷമിച്ചു. ഇതൊന്നും മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റില്ല.
ഇത് ഈ സങ്കടങ്ങളുടെ നടുവിലും സന്തോഷത്തോടെ പ്രതികരിക്കുക എന്നുള്ളതാണ്. അതാണ് ക്രിസ്മസ്. കാലിക്കൂട്ടിൽ ഞാൻ പറഞ്ഞില്ലേ, മണ്ണിലെ തുണി വിരിച്ചിട്ടാണ് പ്രസവിച്ചിട്ടുള്ളത് പരിശുദ്ധ കന്യകാമറിയം. എന്നിട്ടും ഒരു പരിഭവങ്ങളില്ലാതെ. അപ്പൊ നേരത്തെ ആദ്യത്തെ ചോദ്യം, എനിക്കൊരു സുഖമില്ല അല്ലേ, ആ സുഖമില്ലായ്മ എപ്പോഴും ഉണ്ടാവും. അന്തോണിയേട്ടൻ ഡോക്ടർ കാണാൻ പോയ പോലെയാണ്. അന്തോണിയേട്ടൻ ഡോക്ടർ കാണാൻ ചെന്നിട്ട് ഡോക്ടറിന് ഇരിക്കുക എന്താ അസുഖം എന്ന് ചോദിച്ചു. അപ്പോൾ അതിനോട് പറഞ്ഞു ഒരു സുഖമില്ല. ഓക്കെ, അപ്പം എന്താ അസുഖം, എന്താ വല്ല ക്യാൻസറിൻ്റെ വല്ല? ഏയ് പിന്നെന്താ, ഒരു സുഖമില്ല. പോട്ടെ, കാര്യം പറ, തനിക്ക് എന്താ കിഡ്നി പോയിണ്ടോ? ഏയ് കിഡ്നിയൊന്നും പോയിട്ടില്ല. പിന്നെന്താ, ഒരു സുഖമില്ല. അന്തോണിയുടെ കാര്യം പറയാം, എന്താ സുഖം എന്ന് പറയും. തണ്ടിൽ വേനയുണ്ടോ? ഒരു കുഴപ്പമില്ല. പിന്നെന്താ സുഖം? ഒരു സുഖമില്ല. ഡോക്ടറും അടുത്ത് ബെല്ലടിച്ചു, ക്ലിങ്. ഇത് മറ്റേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട എന്നിട്ട് ആളെ പറഞ്ഞു വിട്ടു. ഈ അന്തോണിയേട്ടൻ്റെ അസുഖമാണ് അനേകം പേർക്കുള്ളത്. നേരത്തെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് വീണ്ടും വരികയാണ് ഞാൻ. ഒരു സുഖമില്ല. ഞാൻ എന്നെ കേൾക്കുന്നതോട് ചോദിക്കണം, നിങ്ങൾക്ക് സുഖമുണ്ടോ? ഇല്ല. വെറുതെ ചിരിച്ചിരിച്ച് നടക്കരുത് കേട്ടാ. ചിരിച്ചിരിച്ച് നടന്നിട്ടൊരു കാര്യമില്ല. സുഖം ഉണ്ടാവണം, മനസ്സിൻ്റെ ഉള്ളിൽ സുഖം ഉണ്ടാകണം. അതാണ് മാലാഖമാർ പറഞ്ഞത്, നല്ല മനസ്സുള്ളവർക്ക് സമാധാനമുണ്ട്, അല്ലാത്തവർക്കോ സമാധാനം ഉണ്ടെന്ന് കാണിച്ച് നടക്കാം. അതുകൊണ്ട് ഈ ക്രിസ്മസ് ഹാപ്പി ആവണമെങ്കിൽ നല്ല മനസ്സ്, അതായത് നമുക്ക് സങ്കടങ്ങൾ വന്നാലും അപരനെ വേദനിപ്പിക്കില്ല. എനിക്ക് സങ്കടങ്ങൾ വന്നാലും അപരനെ ഞാൻ വേദനിപ്പിക്കില്ല. അതാണ് യഥാർത്ഥ മനുഷ്യൻ. ഒരു മൃഗവും അങ്ങനെ ചെയ്യില്ല. മൃഗത്തിനെയൊക്കെ കടിച്ചാലുണ്ടല്ല അപ്പ കടി തിരിച്ച് കിട്ടും. പട്ടിനെ അടിച്ചു നോക്കിയാൽ അപ്പ കിട്ടും കടിക്കാൻ. പട്ടി മനുഷ്യനല്ലാത്ത കാരണമാണ്. നിങ്ങൾ എന്നെ ഒരു അടി അടിച്ചു നോക്കിയാൽ, ഞാനൊരു പട്ടിയായിരുന്നു, ഞാൻ അപ്പ കിട്ടടി. ഞാൻ പട്ടിയല്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? ക്ഷമിക്കും. പട്ടിയാണെങ്കിലോ, പട്ടി വന്നിട്ട് പറയോ സോറിന്ന്? എന്താ പറയാത്തത്? പട്ടിക്ക് സോറി അറിയില്ല. പട്ടി ഇംഗ്ലീഷ് പഠിച്ചിട്ടില്ല എന്നല്ല, പട്ടിക്ക് ക്ഷമിക്കാനേ അറിയില്ല. അത് മനുഷ്യൻ്റെ കഴിവുകളാണ്. അപ്പോൾ ഈ സന്തോഷം നൽകുന്നത് അപരൻ്റെ ജീവിതത്തിന്, നമുക്ക് സങ്കടം വന്നാൽ അപരർക്ക് സന്തോഷം കൊടുക്കണം. അപ്പോൾ അങ്ങനെയുള്ള സന്തോഷം കൊടുക്കുന്ന ഒരു സ്ഥലമുണ്ട്, കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ഡയാലിസിസ് യൂണിറ്റ്. വരണോ? കാണാം. പിന്നെ വരണം. അപ്പോൾ അവിടെ ചെന്നാൽ കാണാം, സന്തോഷത്തോടു കൂടെ സങ്കടങ്ങളെ നേരിടുന്ന മനുഷ്യരെ കാണാൻ പറ്റും. ഒന്നുകൂടെ ഞാൻ പറയാം, സന്തോഷത്തോടു കൂടെ സങ്കടങ്ങൾ നേരിടുന്ന മനുഷ്യൻ. സന്തോഷത്തെ തുള്ളിച്ചാടി അവസാനം സങ്കടങ്ങളിൽ വന്ന് വീഴുന്നവരല്ല, സങ്കടങ്ങളുടെ നടുവിൽ നിന്നും സന്തോഷത്തോടെ ഉയർത്തെഴുന്നേൽക്കുന്ന മനുഷ്യർ കിഡ്നി ഫെഡറേഷൻ്റെ ഡയാലിസിസ് യൂണിറ്റിലുണ്ട്. കണ്ണ് കാണാത്തവരുണ്ട് അവിടെ. കുട്ടേട്ടൻ കണ്ണ് കാണില്ല, അയാൾക്ക് കിഡ്നിയും പോയി കണ്ണും പോയി. എന്നിട്ടും തൻ്റെ ഭാര്യയുടെയും മകളുടെയും കൈ പിടിച്ച് വന്ന് ഡയാലിസിസ് യൂണിറ്റിൽ കിടക്കും. ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ പറയും അച്ഛൻ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കും. ഞാൻ വന്നിട്ട് കൈമത്തൊടും, തൊട്ട വശം പറയും ഇത് അച്ഛനല്ലേ എന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞു അച്ഛനാണ്. താനെങ്ങനെ കണ്ടോ എന്ന് ചോദിക്കും. അതൊക്കെ കാണാച്ചെന്ന് പറയും. കണ്ണിലല്ല, സ്പർശന ശക്തിയിലാണ് മനുഷ്യൻ അനുഭവിക്കുക. ദൈവം മണ്ണിനെ തൊട്ടതാണ് ക്രിസ്മസ്, മനുഷ്യനെ തൊട്ടതാണ് ക്രിസ്മസ്. നിങ്ങൾ കണ്ടോ ഇങ്ങനെ രണ്ട് വിരലുകൾ തൊട്ട് നിൽക്കുന്ന ഒരു പടം, ദൈവവും മനുഷ്യനും തമ്മിൽ വിരലുകൾ കൂട്ടിമുട്ടിക്കുന്നത്, മനുഷ്യൻ ദൈവം കൂട്ടിമുട്ടുന്ന ആ സന്ദർഭമാണ് ക്രിസ്മസ്. ഇന്നും മനുഷ്യൻ മനുഷ്യനെ കണ്ടുമുട്ടുമ്പോൾ മനസ്സിൽ ദൈവം ജനിക്കുന്നു. അതല്ല പാട്ട്. മനുഷ്യൻ മനുഷ്യനെ വെറുക്കാൻ തുടങ്ങുമ്പോൾ മനസ്സിൽ മനുഷ്യൻ മരിക്കട്ടെ. ഇതെന്തപ്പത് മരിക്കട്ടെ. മനുഷ്യന്റെ ശരീരമല്ല, മനസ്സാണ്. സന്മനസ്സുള്ളവർക്ക് സമാധാനം. അങ്ങനെ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഡയാലിസിസ് യൂണിറ്റ്, അവിടെ ഒന്ന് പോയി. അവിടെ രോഗികളാണ് കേട്ടാ, ആ കിടക്കുന്ന രോഗികളാണ്. പക്ഷെ രോഗികള് സാധാരണ രോഗികൾ കരയല്ലേ. ചിരിക്കുന്ന രോഗികളെ കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാം. അതിനു മുമ്പായിട്ട് ഈ ഡയാലിസിസിലേക്ക് വരാതിരിക്കാൻ ഒരു കിഡ്നി ഗ്രീൻ പാർക്ക് ഏർപ്പാടാക്കിയിട്ടുണ്ട് ഞാൻ. അവിടെ നമുക്കൊന്ന് സന്ദർശിക്കാം. മുളങ്കാടുകളുടെ നടുവിലേക്ക് പോകാം. പ്രകൃതി, ദൈവം പ്രകൃതി സൃഷ്ടിച്ചിട്ടേ മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളൂ. കാരണം അവന് ജീവിക്കണമെങ്കിൽ പ്രകൃതി വേണം. പ്രകൃതി നശിച്ചു പോയാൽ ഈ ഭൂമിയിൽ മനുഷ്യൻ ജീവിക്കില്ല. മനുഷ്യൻ മരിച്ചു പോയാലും പ്രകൃതി ജീവിക്കും. പക്ഷെ പ്രകൃതി മരിച്ചാൽ മനുഷ്യൻ മരിക്കും. അപ്പോൾ പ്രകൃതിയെ നശിപ്പിക്കാൻ പാടില്ല. പ്രകൃതിയെ വികൃതമാക്കുന്നത് കൊണ്ടാണ് മനുഷ്യന് കണ്ടമാനം വികൃതികൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് പ്രകൃതിയിലേക്ക് നമുക്ക് മടങ്ങാം.
ഇത് നമ്മൾക്ക് ഈ കിഡ്നി രോഗികൾക്ക് ഡയാലിസിസ് യൂണിറ്റ്, പക്ഷേ കിഡ്നി രോഗം വരാതിരിക്കാനുള്ള മാർഗമാണ് ഇത്. മിയാവാക്കി ഫോറസ്റ്റ്, ഇതിനുള്ളിൽ നിറയെ ഫ്രൂട്ട്സ് ചെടികളാണ്, കണ്ടോ? ഇത് നിറയെ ഫ്രൂട്ട്സ് ആണ് നിൽക്കുന്നത്, കണ്ടോ? ഇതെല്ലാം ബെറാബ എന്ന് പറയുന്ന ഫ്രൂട്ട്സ് ആണ്. ഇതെല്ലാം ആൾക്കാർക്ക് പറിച്ച് കഴിക്കാം. ഇത് ബെറാബ, ഇതെല്ലാം സ്ട്രോബെറി പേര എന്ന് പറയും, ഇതിനൊക്കെ പേര ഉണ്ടാവും. ഇത് ലൂവിയാണ്. അപ്പോൾ അങ്ങനെ ഇവിടെ കിളികൾ ഉണ്ടാവും എന്നറിയേ. ഈ പച്ചപ്പിലും നല്ല ഓക്സിജൻ നമുക്ക് കിട്ടുമ്പോൾ നമ്മുടെ പ്രതിരോധ ശക്തി വർദ്ധിക്കും. ഈ രോഗം നമ്മളെ അല്ല ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ തന്നെ നമുക്കൊരു കുളിർമ, ഒരു സമാധാനം. ഇത് മരങ്ങളുടെ ഇടയിൽ കൂടിയാണ് നമ്മൾ നടക്കുന്നത്. ഇതൊരു ഫോറസ്റ്റിന്റെ പ്രതീതി ഉണ്ടാക്കാനാണ്. ഇതിന് വലുതായി കഴിയുമ്പോൾ ശരിക്കും തിക്ക് ഫോറസ്റ്റ് ആവും. പക്ഷെ ഇതിലുള്ളതെല്ലാം ഫ്രൂട്ട്സ് ആണ്, നിറച്ച് ഫ്രൂട്ട്സിന്റെ ചെടികളാണ്. പിള്ളേരൊക്കെ വന്ന് ഇങ്ങനെ കായകളൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുള്ളൂ. ഇപ്പൊ നിറച്ച് ചെടികളും കായകളൊക്കെ ഉണ്ടാവും. ഇത് കണ്ട, ഇതെല്ലാം കായകൾ. ഇത് വള്ളിച്ചെടി പോലത്തെ ഒടിച്ചുത്തി നാരക എന്ന് പറഞ്ഞ നാരകമാണ്. അതെല്ലാം നാരങ്ങയാണോ? നാരങ്ങ, മറ്റേ ചെറുനാരങ്ങയല്ല, ജ്യൂസ് അടിച്ച് കഴിക്കാവുന്നത്. ഇത് സർവ്വസുഗന്ധി. ഇതെല്ലാം പല നഴ്സറിയിൽ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇതെല്ലാം നല്ല പച്ചില കാടുകളുടെ ഉള്ളിൽ കൂടെ. അപ്പൊ ഇവിടെ വരുന്ന ബൈസ്റ്റാൻഡേഴ്സിനാണെങ്കിലും ആശ്വാസത്തിന്റെ ഉറവിടമാണ്. ഇതെല്ലാം പ്ലാവുണ്ട്, മാവുണ്ട്, അതുപോലെ തന്നെ പേരയുണ്ട്, കശുമാവുണ്ട്, എല്ലാത്തിനും ചെടികൾ. വെസ്റ്റ് ചെറിയുണ്ട്. ഇത് വെസ്റ്റിൻ്റെ ചെറിയാണ്. ഇത് ഞാവലാണ്, ഞാവല്. ഇത് സപ്പോട്ടയാണ്, പേരയാണ്. അങ്ങനെ എല്ലാ ചെടികളും. അപ്പൊ ഇതെല്ലാം ഞാൻ പറയുക നമുക്ക് സന്തോഷം തരും. നമ്മൾ പ്രകൃതിയിലാണ്. ഞാൻ പറഞ്ഞല്ലോ, ദൈവം ആദ്യം ഉണ്ടാക്കിയത് പ്രകൃതി. നല്ല പ്ലാവാണ് ഇത്, കണ്ടോ? ഇപ്പൊ അടുത്ത വർഷത്തിലൊക്കെ നിറയെ ചക്കകൾ ഉണ്ടാവും. ഇപ്പൊ തന്നെ ചക്ക, ചക്ക ഉണ്ടായിട്ടുണ്ട്, കായൊക്കെ ഉണ്ടായിട്ടുണ്ട്. യെസ് യെസ് യെസ്. ഇതെല്ലാം പൂത്തു, കണ്ടോ? ഇതെല്ലാം പൂത്തു. ഇത് ചെറിയാണ്, ചെറി. അപ്പോൾ ഇത് ഈ കിഡ്നി രോഗികളുടെ കൂടെ വരുന്ന ആൾക്കാർക്ക് ഇതിലൊക്കെ നടന്ന് രോഗങ്ങൾ പ്രതിരോധിക്കാനുള്ള കഴിവുകൾ അവർക്ക് കിട്ടട്ടെ. മനുഷ്യൻ പ്രകൃതിയിൽ ജീവിക്കണം. അപ്പോൾ ഇതാണ് ഇല്ലിമുളം കാടുകളിൽ ലല്ലലെല്ലാം പാടി വരും തെന്നലെ. തെന്നലുണ്ട്. ഇത് ഇല്ലിമുളം കാട്. ഏറ്റവും കൂടുതൽ ഓക്സിജൻ സപ്ലൈ ചെയ്യുന്നതാണ് ഈ മുള എന്ന് പറയുന്നത്. അങ്ങനെ രോഗികളായിട്ടുള്ളവർക്ക് അല്ലാത്തവർക്ക് വരുമ്പോൾ ഇരുന്ന് സംസാരിക്കാനുള്ള ഒരു ഇല്ലിമുളം കാടാണ്. ഇതിനിങ്ങനെ ആർച്ചായി ലല്ലലെല്ലാം പാടണം. ലല്ലലെല്ലാം പാടണമെങ്കിൽ സങ്കടം ഉണ്ടാവും. പാടില്ല. ഇവിടെ ഇരുന്നിട്ട് ലല്ലലെല്ലാം പാടുന്ന സ്ഥലമാണിത്. അത് ഈ പഴങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ സാധാരണ ഇങ്ങനെ പഴങ്ങളൊക്കെ ഉണ്ടായി നിൽക്കുമ്പോൾ ആളുകൾ ഇത് പറിച്ച് തിന്നാൻ സമ്മതിക്കില്ല. ഇത് എല്ലാവർക്കും പറിച്ച് കഴിക്കാനുള്ളതാണ്. ഇത് പരദീസാലി കഴിക്കാൻ പാടില്ലാത്ത കനിയല്ല. ഇത് പറിച്ച് കഴിക്കാവുന്ന കനികളാണ്. മനുഷ്യർക്ക് എല്ലാവർക്കും കൂടി ദൈവം തന്നിട്ടുള്ളതാണ്. കഴിക്കണം. പരദീസ പോലെയാണിത്. ഇവിടെ വരുന്ന എല്ലാവർക്കും എല്ലാം കൊടുക്കും. നമ്മൾ ഇങ്ങോട്ട് വാങ്ങിക്കുന്നേക്കാൾ കൂടുതൽ അങ്ങോട്ട് കൊടുക്കും. ആണ് കൊടുക്കണതിന്റെ സന്തോഷം എന്ന് പറയുന്നത്. ആ ഒരു കാര്യം കൂടെ ചോദിക്കണമെന്ന് വിചാരിച്ചു. കാരണം ഇപ്പൊ കുറെ ജനറേഷൻസിനെ ഫാദർ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇപ്പൊ നമ്മളുടെ ജെൻസി എന്ന് പറയുന്ന പിള്ളേരാ കുറച്ചുകൂടെ. വീട്ടില് താമസിച്ച കുട്ടിയത് അങ്ങനെയല്ല, 2K കിഡ്സ്. എന്താ ചെയ്യാലേ, ജെൻസി. അപ്പൊ ഈ ജെൻസിയിൽ കുട്ടി എന്ത് ചെയ്യും? ആ കുട്ടിക്ക് പ്രയാസമില്ലേ? കാര്യങ്ങൾക്കും നമ്മൾ കുട്ടികളായിരുന്നേക്കാൾ കൂടുതൽ ഭയങ്കര അറിവുള്ള കുട്ടികളല്ലേ. അതിന്റെ ഡിഫറൻസ് എപ്പോഴും നമുക്ക് ഉണ്ടാകും. അപ്പൊ അവര് പറയുന്ന കാര്യം മാതാപിതാക്കൾക്ക് മനസ്സിലാവാണ്ടായി തുടങ്ങി. പക്ഷെ അതിന് നമുക്ക് ചാറ്റ് GTP ഉള്ള കാരണം എല്ലാം മനസ്സിലാവും. എല്ലാം ചോദിച്ച് മനസ്സിലാക്കും. ഈ എന്റെ കുട്ടി ഇങ്ങനെ പറഞ്ഞല്ലോ, എന്താണ് ഇതിന്റെ അർത്ഥം, പറയടാ എന്ന് പറഞ്ഞാൽ അപ്പൊ പറയും. അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെക്കാളൊക്കെ വളരെ ഫാർ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുട്ടികളാണ്. ടീച്ചേഴ്സിന്റെ ആവശ്യം ഇല്ലാണ്ടാവും. ടീച്ചേഴ്സിന് കുട്ടികൾ പഠിപ്പിക്കും. ടീച്ചറും പറയും അതൊന്നല്ല ടീച്ചർ, അതേ ഗൂഗിളിൽ ഇങ്ങനെയാണെന്ന് പറയും. അപ്പൊ ഇന്ന് അറിവല്ല ആവശ്യം. ഇന്ന് അറിവിനേക്കാൾ കൂടുതൽ മനുഷ്യന്റെ മനസ്സിന്റെ ആ ഒരു പരമാർത്ഥതയാണ് ആവശ്യം. പരമാർത്ഥമായിട്ടുള്ള മനസ്സുള്ള ആൾക്കാരെ ആരും ഇപ്പോൾ ഇഷ്ടപ്പെടും, സ്നേഹിക്കും, അവർ പറഞ്ഞത് കേൾക്കും. അറിവുള്ളവരെ അല്ല ഇപ്പോൾ നോക്കണത്. പണ്ട് കാലത്ത് അറിവായിരുന്നു പ്രധാനം, ഇന്ന് പരമാർത്ഥതയാണ്. റിയാലിറ്റിയിലേക്ക് അത് പിള്ളേർ അങ്ങനെ തന്നെയാണ്. പിള്ളേർക്ക് ഇൻഫർമേഷൻ തരുന്ന ആൾക്കാരൊന്നും വേണ്ട, ഞങ്ങൾക്ക് എല്ലാ ഇൻഫർമേഷൻ ഇവിടെ ഉണ്ട്. നിങ്ങൾ പരമാർത്ഥത ഉള്ള ആൾക്കാരാണോ? അതായത് സിൻസിയറിറ്റി. അതാണല്ലോ മുഴുവൻ. സിൻസിയർ അല്ല എന്ന് കാണുമ്പോഴാണ് പ്രതിസന്ധികൾ വരുന്നത്. നമ്മൾ സിൻസിയർ ആണെങ്കിൽ ഈ ലോകത്ത്
നമുക്ക് എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളാണ്. ഈ ലോയൽ ആയിട്ടുള്ള ആളുകളെ കണ്ടിട്ടാണ് ഇപ്പൊ ഏറ്റവും പാട്. അത് നമുക്ക് ടെസ്റ്റ് ട്യൂബറിനോ കണ്ടെത്തണം, അത് ടെസ്റ്റ് ചെയ്തിട്ട് കണ്ടുപിടിക്കാനായിട്ട്. ലോയറിൽ പോലും ലോയൽ ഇല്ല എന്നല്ല പറയുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റുള്ളവരിൽ നമ്മൾ എന്ത് നോക്കിയിട്ട് യാതൊരു കാര്യമില്ല. നമ്മൾ എന്താണോ എന്നുള്ളത് ഞാൻ ആരാണെന്ന് ഞാൻ അറിയണം. നീ ആരാണെന്ന് ഞാനാണെന്ന് അറിഞ്ഞിട്ട് എനിക്ക് കാര്യമില്ലല്ലോ. നീ ആരാണെന്ന് ഞാൻ അറിഞ്ഞിട്ട് എനിക്ക് എന്താ കാര്യം? ഞാൻ ആരാണെന്ന് ഞാൻ അറിഞ്ഞിട്ട് എനിക്ക് കാര്യമുള്ളൂ. അതുകൊണ്ടാണ് നീ ആരാണെന്ന് എനിക്കറിയില്ലെങ്കിൽ ഞാൻ ആരാണെന്ന് നീ എന്നോട് ചോദിച്ചാൽ പറഞ്ഞുതരാം. ഈ പഴത്തിന്റെ പേരെന്തായിരുന്നു? ബറാബ. മറ്റേ സിനിമയല്ല, അതേതാ? ബാബാ അതല്ല, ഇത് ബറാബ. സിനിമയുടെ പേര് വേണമെങ്കിൽ ഇടാട്ടാ. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ഡയാലിസിസ് യൂണിറ്റിലേക്ക് നീങ്ങുന്നു. ചിരിക്കുന്ന കുടുംബാംഗങ്ങളെ കാണാൻ, സന്തോഷത്തോടു കൂടെ സങ്കടങ്ങളെ നേരിടുന്നവരെ കാണാം. ഇതാണ് നമ്മുടെ ഡയാലിസിസ്. ഒരേ ടൈമില് 3, 5, 10 പേര് ഇവിടെ ഡയാലിസിസ് ചെയ്യും. ഇത് കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ഫ്രീ ഡയാലിസിസ് യൂണിറ്റാണ്. ഈ ക്രിസ്മസിന് ആൾക്കാരൊക്കെ ഫ്രീ ആയിട്ടാണല്ലോ കേക്ക് കൊടുക്കുക, കാർഡ് കൊടുക്കുക. നമ്മൾ കൊടുക്കുന്നവർക്ക് അവരുടെ ആരോഗ്യത്തിന് വേണ്ടതായ ഡയാലിസിസ് ആണ്. ഇപ്പോൾ 15 ഇയേഴ്സ്, അതിപ്പോ 16 വർഷമായി. ഇവിടെ വന്നിട്ട് ഇപ്പൊ 2 വർഷമായിട്ടു. ഇവരൊക്കെ ഇവിടെ കിടക്കുന്ന ഒരു ആദ്യത്തെ ഷിഫ്റ്റിലുള്ള ആൾക്കാരാണ്. ഇത് ഞങ്ങളൊരു കുടുംബം പോലെയാണ് ഇവിടെ. ഇവർ വരും, ഇവരുടെ ഫാമിലി മെമ്പേഴ്സും വരും. ഇവർ ഡയാലിസിസ് ഇപ്പം അമല ഹോസ്പിറ്റലിലത്തെ സ്റ്റാഫാണ് ഇവർക്ക് ഡയാലിസിസ് ഒക്കെ ചെയ്തു കൊടുക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തൊരു ഷിഫ്റ്റിലുള്ള ആൾക്കാർ വരും. അപ്പോൾ ഒരു ദിവസം 20 പേര്. ഇവർക്ക് 2 ദിവസം കഴിയുമ്പോൾ സിസ്റ്ററെ 3 ദിവസം കഴിയുമ്പോൾ 2 ദിവസം കഴിയുമ്പോൾ 2 ദിവസം കഴിയുമ്പോൾ ഡയാലിസിസ് ചെയ്യണം. ഇവിടെ ഫ്രീ ആയിട്ട് ഇരുന്ന് TV ഒക്കെ കണ്ട് റിലാക്സ് ചെയ്ത് 4.5 മണിക്കൂർ 4 മണിക്കൂർ സമയം എടുക്കും. അപ്പോൾ അവർക്ക് TV ഒക്കെ കണ്ട് ഒരു സിനിമ ഒക്കെ കണ്ടു കഴിയുമ്പോൾ ഒക്കെ അവരുടെ മനസ്സും ശരീരവും ക്ലീൻ കിഡ്നി ക്ലിയർ ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ഇതിന്റെ ലക്ഷ്യം. ഇതാണ് ഈ ഡയാലിസിസ് യൂണിറ്റ് ആണ് കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ഒരു ആശ്വാസ കേന്ദ്രം. വരുന്ന എല്ലാവർക്കും നമ്മൾ അവർക്ക് അവരുടെ മനസ്സിന് കൊടുക്കുന്ന ഒരു ധൈര്യമാണ്. നിങ്ങൾക്ക് രോഗം ഉണ്ടാകാം, രോഗമില്ലാത്തവരും ഉണ്ടാകാം. പക്ഷെ രോഗം എന്ന് പറയുന്നത് എല്ലാവർക്കും വരുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങളെ ആകുലപ്പെടേണ്ട ആവശ്യമില്ല, സന്തോഷമായിട്ടിരിക്കുക. ഇവിടെ വരുമ്പോഴും ഹാപ്പി ആയിട്ട് അച്ഛൻ ട്രീറ്റ് ചെയ്ത് വിടുന്നു. അതെ, ഇവിടെ വരുന്ന ആൾക്കാർ ഞാൻ പറഞ്ഞല്ലോ, ഇവർ സന്തോഷത്തോടെ വരും, സന്തോഷത്തോടെ തിരിച്ചു പോകും. ഇവർക്ക് വേഗം തന്നെ ആരെങ്കിലും കിഡ്നിയൊക്കെ കൊടുത്ത് ജീവിതത്തിലേക്ക് ഇവരെ കൂട്ടിക്കൊണ്ടുവരട്ടെ എന്നാണ് നമ്മുടെ ആഗ്രഹം. ഇവിടുന്ന് 2 പേര് കിഡ്നി മാറ്റിവെച്ച് അവരിവിടുന്ന് വിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഇവിടെ ആർക്ക് വേണമെങ്കിലും. ഇതിപ്പോ അമല ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്തുള്ള കുർമാൽ എന്ന് പറയുന്ന സ്ഥലത്താണിത്. ഈ ചുറ്റുപാടുള്ള ആർക്കും വേണമെങ്കിലും ഇവിടെ സൗജന്യമായിട്ട് ഡയാലിസിസ് ചെയ്യാം. പക്ഷേ അമല ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് സർട്ടിഫൈ ചെയ്യണം ഇന്ന ആൾക്കൂടെ ഡയാലിസിസ് കൊടുക്കാമെന്ന്. അപ്പോൾ ഇത് കേൾക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ പ്രിയപ്പെട്ടവരാരെങ്കിലും ചുറ്റുപാടും കിഡ്നി പേഷ്യൻ്റ് ആയിട്ടുണ്ടെങ്കിൽ തൃശ്ശൂർ ഏരിയയിലുള്ളവർക്ക് വന്നാൽ ഇതിൻ്റെ മുകളിൽ അടുത്തൊരു ഡയാലിസിസ് കൂടി തുടങ്ങുകയാണ്. ജനുവരി ലാസ്റ്റോടെ നമ്മൾ തുടങ്ങും. അപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ ആൾക്കാർക്ക് അവിടെ അറ്റ് എ ടൈം എത്ര പേർക്ക് ചെയ്യാം? ഇതുപോലെ തന്നെ ഇതിപ്പോ 2 ഷിഫ്റ്റ് ഉണ്ട്. ഇതുപോലെ തന്നെ അവിടെ 2 ഷിഫ്റ്റ്. അപ്പോൾ 40 പേർക്ക് നമുക്ക് ഇതിപ്പോ എല്ലാ ദിവസവും ഇല്ലല്ലോ, 10-60 പേർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പം അങ്ങനെയുള്ളവരൊക്കെ വരിക. അവർക്കൊക്കെ സൗജന്യമായിട്ട് ഈ ഡയാലിസിസ് ചെയ്തു. നമ്മളെ തുടക്കത്തിൽ കേരളത്തിലെ ആദ്യത്തെ നമ്മുടെ ഒരു സൗജന്യ ഡയാലിസിസ് യൂണിറ്റ് ആയിരുന്നു. ഇന്ന് ധാരാളം പേര് ഇത് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് സന്തോഷമാണ്. ഇവിടെ അല്ലാതെ പിന്നെ ഫ്രീ ആയിട്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലുകളും പ്രൊവൈഡ് ചെയ്യുന്നു. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഫ്രീ ആണ്, ഫ്രീ ആണ്. പക്ഷെ അവരവിടെ റെസ്ട്രിക്ഷൻ വെച്ചിട്ട് ഇത്ര കഴിഞ്ഞ് കഴിഞ്ഞാൽ പറ്റുള്ളൂ. അതുകൊണ്ട് ഇവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഈ ക്രിസ്മസ് നാളിൽ ഞങ്ങൾ എല്ലാവരും കൂടി ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ ഉണ്ട്. ബർത്ത്ഡേകളൊക്കെ ഞങ്ങൾ ആഘോഷിക്കും. ഒരു ഫാമിലി പോലെ. ക്രിസ്മസ് ദിനത്തിന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ ചുറ്റുപാട് നിങ്ങളുടെ കിഡ്നി പേഷ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ
അവരെ ആശ്വസിപ്പിക്കുക, അവർക്ക് ജീവിതത്തിൽ നിനക്ക് ചെയ്തു കൊടുക്കാവുന്ന ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കുക. പിന്നെ രോഗം വരാണ്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ പറയുന്ന സന്തോഷം ഉണ്ടാവില്ല. അത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ചേട്ടന്റെ പേരെന്തായിരുന്നു? സജി. സജി. ഓക്കെ. ഇവിടെ തൃശ്ശൂർ ഈ ഒരു ഏരിയ തന്നെ ആണോ? ഇവിടെ എത്ര നാളായി ഇപ്പോ? ഇവിടെ 1 വർഷം കഴിഞ്ഞു. ആദ്യം അമലയിൽ പോയിട്ട് 3 വർഷം ചെയ്തായിരുന്നു. അതിനുശേഷമാണ് ഇങ്ങോട്ട് റെഫർ. അച്ഛനെ പറ്റി അറിയുന്നതൊക്കെ എങ്ങനാ? അച്ഛന്റെ യൂട്യൂബിലൊക്കെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടാണ് വന്നത്. പിന്നെ ഇവിടെ വന്നപ്പോ ഒരു കുടുംബം പോലെയായി. ഇപ്പൊ ഇവിടെ ഉണ്ട് വെച്ചെങ്കിൽ അച്ഛൻ ഞങ്ങളുടെ ഡയാലിസിന്റെ അവിടേക്ക് വന്നിട്ട് വർത്താനൊക്കെ പറഞ്ഞിട്ട് തന്നെ പോവുക. പിന്നെ ഇപ്പൊ കേക്ക് മുറിക്കായാലും എന്തായാലും ഒക്കെ ഞങ്ങള് സഹകരിച്ചിട്ടാണ് ചെയ്യാറ്. എത്ര വർഷമായി ഇപ്പൊ മൊത്തം? ഇപ്പൊ 4.5 വർഷം മൊത്തത്തില്. രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ ഡൊണേഷൻ റിസീവ് ചെയ്യാനായിട്ട്? കൊടുത്തിട്ടില്ല. ഓക്കെ. അപ്പൊ അതിന്റെ കാര്യങ്ങളിലേക്ക് ഇനി കടക്കണം. പൈസ വേണ്ടേ? അതാണ് പ്രശ്നം. ഇവിടെ വരാനുള്ള കാരണം അതന്നെ. ഇതൊക്കെ ഫ്രീ അല്ലേ, ഒന്നും മേടിക്കേണ്ട ആവശ്യമില്ല. ഡയാലിസിസ് ആയാലും ട്യൂബായാലും ഒക്കെ ഫ്രീ ആണ്. നമ്മള് മീറ്റിംഗ് വന്നാ മതി. എനിക്ക് തോന്നുന്നു വരിക, സന്തോഷത്തോടെ അങ്ങോട്ട് പോവുകയും ചെയ്യാം. ഒന്നരാട് ഉണ്ട്. തിങ്കളാഴ്ച കഴിഞ്ഞാൽ പിന്നെ ബുധനാഴ്ച കഴിഞ്ഞാൽ പിന്നെ വെള്ളിയാഴ്ച, അങ്ങനെ 3 ദിവസം. ശനി ഞായറും ഇല്ല. നെയിൽ ആർട്ടൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. വേറെ പണിക്കൊന്നും പോകാൻ പറ്റില്ല. ഒന്ന് കാണിച്ചത് കൊള്ളാലോ. എത്ര വയസ്സായിട്ടെന്ന് പറഞ്ഞേ? എനിക്ക് 43 വയസ്സ്. 43 വയസ്സായി. കൂടെ ആരാ വന്നിരിക്കുന്നത്? ചേച്ചി വന്നിട്ടുണ്ട്, പുറത്ത് നിൽപ്പുണ്ട്. അവരെ കാണും. ചേട്ടന്റെ പേരെന്തായിരുന്നു? ജോൺ. ഇവിടെ തന്നെ ആണോ വീട്? കൊട്ടേക്കാട്. അടുത്താണോ അങ്ങോട്ട് വരാൻ? 10 കിലോമീറ്റർ. ഇപ്പൊ എത്ര നാളായി ഇവിടെ വന്നിട്ട്? ഇവിടെ വന്നിട്ട് 1 കൊല്ലായി. 1 വർഷം. ആദ്യം അമലയിൽ പോയി. അമലയിൽ ജൂബിലി മിഷൻ. ഓക്കെ. അവിടെ നിന്നാണ് ഇങ്ങോട്ട് റെഫർ ചെയ്യുന്നത്. അച്ഛനെ പറ്റി എങ്ങനെ യൂട്യൂബിൽ തന്നെയാണോ അറിയുന്നത്? അച്ഛനെ പാടുപാടുണ്ട്, നല്ല കാര്യങ്ങൾ, നല്ല അഭിപ്രായം. എല്ലാവരും ഉണ്ട്, കമ്പനി ആയിട്ട് ഇങ്ങനെ ഇരിക്കാം. കമ്പനിയും ചികിത്സയും എല്ലാ കാര്യങ്ങളും ചോദിച്ച് ചെയ്യണം. പിന്നെ ഇവിടെ പ്രഷർ നോക്കലൊക്കെ 4-5 വട്ടം നോക്കും. അവിടെയൊക്കെ 2 വട്ടം നോക്കുള്ളൂ. അപ്പൊ നമ്മുടെ കാര്യങ്ങൾ മൊത്തം ഒരു ശ്രദ്ധിക്കും. നമ്മുടെ ഹെൽത്ത് അത്രയും നോക്കുന്നുണ്ട്. എന്തായിരുന്നു ജോലി എന്തായിരുന്നു? എനിക്ക് വീടുകളുടെ വർക്കാണ്. ഇപ്പൊ ജോലിക്കൊന്നും പോകാൻ പറ്റില്ല. 2 കൊല്ലമായിട്ട് പോയിട്ടില്ല. ഇപ്പൊ എത്ര വർഷമായി മൊത്തം? 2 കൊല്ലം. 2 വർഷം. 1 കൊല്ലം ജൂബിലിയിൽ, 1 കൊല്ലം ഇവിടെയും. ഇവിടെ വന്നപ്പോഴാണ് വ്യത്യാസങ്ങൾ മനസ്സിലാകുന്നത്. വ്യത്യാസങ്ങളും പിന്നെ കാശിന്റെ പ്രശ്നങ്ങൾ ഏറ്റവും ഭയങ്കര കൂടുതൽ അവിടെയൊക്കെ. അവിടെ ഇങ്ങനെ ഇതൊന്നിനും കുറവില്ല. 2,500 രൂപ 600 രൂപയൊക്കെ വരും. ഇവിടെ വരുമ്പോ നമ്മള് വാഹനത്തിന്റെ കാശ് മാത്രം മതി. ഇങ്ങോട്ട് ട്രാവൽ ചെയ്ത് വരാൻ മാത്രമല്ലേ? ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ടാവും വീട്? 10 കിലോമീറ്റർ. അത്രേ ഉള്ളൂ. അപ്പൊ ഒരു വണ്ടി വിളിച്ച് വരണമെന്ന് മാത്രമേ ഉള്ളൂ. എന്തായിരുന്നു പേര്? എന്റെ പേര് സോഫി. ഓക്കെ. എത്ര നാളായി ഈ ഒരു ടീമിന്റെ കൂടെ ജോയിൻ ചെയ്തിട്ട്? ഇവിടെ ഇപ്പൊ 2 വർഷം ആവാറായി. ജൂലൈ 3, 2024 തുടങ്ങിയത് ഇവിടെ. ഇപ്പൊ 1 വർഷം കംപ്ലീറ്റ് ചെയ്തു. 2ാമത്തെ വർഷത്തിലേക്ക് നമ്മൾ കടന്നു. ഇതുവരെയും കുഴപ്പങ്ങളൊന്നുമില്ലാതെ, പ്രശ്നങ്ങളൊന്നുമില്ലാതെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാത്തിനും സഹായങ്ങൾ ചെയ്യുന്നത് അച്ഛനാണ്. പിന്നെ നമ്മൾ അമലയോടും കൂടി ചേർന്നിട്ടാണ് ഇത് ചെയ്യുന്നത്. അതേ ക്വാളിറ്റി തന്നെയാണ് നമ്മളിവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഒരു ഹോസ്പിറ്റൽ അന്തരീക്ഷം എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഇവിടെ പേഷ്യൻസിനായാലും ചെയ്തു കൊടുക്കുന്നത്. പിന്നെ 2 മാസം കൂടുമ്പോൾ നമ്മൾ ഇവിടെ ഡോക്ടേഴ്സ് ഇല്ലാത്തത് കൊണ്ട് അമലയിലേക്ക് വിട്ട് അവിടെ ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞ് എന്തെങ്കിലും വ്യത്യാസം, മെഡിസിനും ചെക്കപ്പ് കഴിഞ്ഞ് ബ്ലഡ് ടെസ്റ്റും അതുപോലെ കാർഡിയോളജി ടെസ്റ്റും ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ എല്ലാ 2 മാസം കൂടുമ്പോഴും നമ്മൾ അത് ചെയ്യാറുണ്ട്. അമലയിൽ പോകുമ്പോൾ പെയ്ഡാണ്. ഇവിടെ നമ്മൾ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഇഞ്ചക്ഷനും ഡയാലിസിസിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഫ്രീ ആയിട്ടാണ് ചെയ്തു കൊടുക്കുന്നത്. പിന്നെ അപ്പോൾ അവരുടെ ബോഡിയിൽ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ അത് ഡോക്ടർ നമുക്ക് അതിന് വേണ്ട മാറ്റങ്ങൾ ഒരു നോട്ട് പുസ്തകം ഉണ്ട് അവർക്ക്, അതിൽ മെൻഷൻ ചെയ്തു. പിന്നെ നമ്മളത് വെച്ചിട്ടാണ് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്. എല്ലാവർക്കും ആഴ്ചയിൽ 3 എണ്ണം വെച്ചാണ് ചെയ്യുന്നത്. ഒരു രോഗിക്ക് ആഴ്ചയിൽ 3 എണ്ണം ചെയ്യുന്നത്. കാരണം നമുക്ക് എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് വന്നാൽ നമുക്കൊരു മെഷീൻ ഉണ്ടാവില്ല. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് 2 എണ്ണം ഔട്ട്സൈഡ് ചെയ്യുന്ന പേഷ്യൻസ് ഉണ്ടായിരുന്നു നമുക്ക്. പക്ഷെ ഇവിടെ കമ്പൽസറി ആയിട്ട് നമ്മൾ 3 എണ്ണം കൊടുക്കുകയാണ്, അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ല. എല്ലാവരും നല്ല ഓക്കെ ആയിട്ട് പോകുന്നുണ്ട്. നമ്മുടെ എല്ലാ കാര്യങ്ങളും, നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ എല്ലാവരും അനുസരിച്ച് അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. ഇവരുടെ ഹെൽത്താണ് നമ്മൾ നോക്കണവരെ. ഇവരെ മാനസികമായിട്ടും ഇവർക്ക് ശാരീരികമായിട്ട് ഇവർക്ക് നമുക്ക് ഡയാലിസിസ് ചെയ്ത് കൊടുക്കാം. പക്ഷെ മാനസികമായിട്ട് മനസ്സിൻ്റെ പ്രയാസങ്ങളാണ് മനുഷ്യനുള്ളത്. ഏറ്റവും വലിയ പ്രയാസം ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവർ പറഞ്ഞതുപോലെ
കാശ് അവിടെ നിന്ന് ഉണ്ടാവാന്നുള്ളത്. കാശ് നമുക്ക് കുഴിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. അതെ. അപ്പോൾ അതിനൊരു പ്രൊവിഷൻ ഉണ്ടാവാന്ന് പറയുന്നതാണ്. കാരണം അപ്പോഴേ വലിയൊരു ടെൻഷൻ ഒഴിവായി. അതെ, ഈ പേഷ്യൻസ് ഇപ്പൊ ഡയാലിസിൽ കിടക്കുമ്പോഴും നാളെ ഡയാലിസിസ് ചെയ്യാനുള്ള കാശും ഇല്ലെങ്കിൽ ഈ ഡയാലിസിസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് മാനസികമായിട്ട് പ്രയാസം. ഇവിടെ കിടക്കുന്ന ആൾക്കാർക്ക് നാളെ വരണേ കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമില്ല, ഇങ്ങോട്ട് വന്നാൽ മതി. ഒരു ഹോസ്പിറ്റലിലേക്ക് വരുന്ന ഒരു ഫീല് തോന്നുന്നില്ല. എല്ലാ കാര്യങ്ങളായാലും അവരുടെ എന്ത് സെലിബ്രേഷൻ ആയാലും നമ്മളിവിടെ ആഘോഷിക്കാറുണ്ട്. ബർത്ത്ഡേസ് ആയാലും പിന്നെ ആനിവേഴ്സറി, അങ്ങനെ എല്ലാം നമ്മളിവിടെ ഒരു ഫാമിലി പോലെ തന്നെയാണ് ഇങ്ങനെ ആഘോഷിക്കാറ്. പിന്നെ ഓണം ഞങ്ങൾ ഗംഭീരമായിട്ട് ആഘോഷിച്ചു. പേഷ്യൻസ് എല്ലാവരും അവരുടെ വീട്ടിൽ നിന്ന് ഓരോ വിഭവങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവന്ന് എന്നിട്ട് നമ്മൾ അങ്ങനെ എല്ലാവരും കൂടി കഴിച്ചു. അതൊന്നും ഹോസ്പിറ്റലിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അത് ശരിയാ. ഇവിടെ ആകുമ്പോൾ ഒരു ഫാമിലി ആയതുകൊണ്ട് ഫാമിലി പോലെ അവരും കണക്കാക്കുന്നതുകൊണ്ട് അവരുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഒരു എക്സ്ട്രാ നമുക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് വരാറുണ്ട് ചിലവരൊക്കെ. പേഷ്യൻസ് ഒക്കെ അവർ വീട്ടിൽ എന്തെങ്കിലും സാധനം ഉണ്ടാക്കുമ്പോ അവർ ഇങ്ങോട്ട് കൊണ്ടുവരും. ഇങ്ങോട്ട് കൊണ്ടുവന്ന് പേഷ്യൻസിന് ഞങ്ങൾക്ക് എല്ലാവർക്കും കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവരാറുണ്ട്. അല്ല, അതെല്ലാം എനിക്ക് തോന്നുന്നത് മറ്റൊരു ഹോസ്പിറ്റലിലും കാണാൻ പറ്റാത്തൊരു കാര്യമാണ്. അത് ഹോസ്പിറ്റലായിട്ടല്ല കണക്കാക്കുക. ഇത് ഇവർക്ക് ഇവരുടെ ഒരു സ്വന്തം വീട്ടിൽ വരണ പോലെ വരുന്നു ഒരുമിച്ച്. അപ്പോൾ വീട്ടിൽ എന്തെങ്കിലും വിശേഷം ഉണ്ടായാൽ അപ്പോൾ അവരവിടെ നിന്ന് ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവരുന്നു. രോഗികൾക്ക് വേറെ എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസാണ് കൊടുക്കുന്നത്? നമ്മളൊരു നോട്ട് പുസ്തകം, അവരുടെ ഒരു എല്ലാ കാര്യങ്ങളും എഴുതിയ ഒരു നോട്ട് പുസ്തകം ആദ്യമേ തന്നെ അവർക്ക് മെൻഷൻ കൊടുക്കുന്നുണ്ട്. അതിൽ നമ്മൾ ഡയറ്റിന്റെ കാര്യങ്ങൾ, കിഡ്നിയുടെ പടം തന്നെ, കിഡ്നിയുടെ പടം തന്നെയുണ്ട്. ഇതിലെല്ലാ ഡീറ്റെയിൽസും അവരുടെ ഉണ്ട്. അവരുടെ നമ്മൾ മാസം മാസം ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാ മാസം ഇതിൽ റെക്കോർഡ് ചെയ്യും. ഹോസ്പിറ്റലിലുള്ള ഒരു പിന്നെ അവർ കീപ്പ് അപ്പ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഇവിടെ എഴുതി, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം ഇതില്, ഭക്ഷണക്രമം എല്ലാം ഉണ്ട്. അവർക്ക് ഇതെല്ലാം മുൻകൂട്ടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് ഇനി കീപ്പ് അപ്പ് ചെയ്യണം. അതാണ് ഏറ്റവും ആവശ്യം. അപ്പൊ ഇവിടെ ഡയാലിസിസ് മാത്രം പോരാ, അവരുടെ എക്സസൈസ്, അവരുടെ ഭക്ഷണക്രമം ഒക്കെ അവർ കീപ്പ് ചെയ്താലേ ഈ ഡയാലിസിസ് കൊണ്ട് അവർക്ക് ഗുണം ഉണ്ടാവുള്ളൂ. ഈ ഡയാലിസിസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഭക്ഷണക്രമങ്ങളൊക്കെ തെറ്റിച്ച് കഴിഞ്ഞാൽ, മെഡിസിൻസും തെറ്റിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ഡയാലിസിസ് കൊണ്ട് ഗുണമുണ്ടാവില്ല. അപ്പോൾ അവരത് കീപ്പപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് ഹെൽത്തി ആയിട്ട് എല്ലാവരും മുന്നോട്ട് പോകുന്നത്. പിന്നെ എന്തെങ്കിലും ഫംഗ്ഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ നമ്മളോട് വന്ന് പറയും, ഞങ്ങൾ തലേദിവസം ഇന്ന പരിപാടിക്ക് പോയിട്ടുണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ മെഷീനിൽ സെറ്റ് ചെയ്ത് വെച്ച് അങ്ങനെ ചെയ്യാറുണ്ട്. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് അവർക്കും പോകാൻ പറ്റും. ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ അവർക്ക് തോന്നൂല. മനുഷ്യന്മാരല്ലേ. ഇപ്പൊ വെള്ളം തന്നെ നോൺ വെജ് ഒക്കെ അവർക്ക് കഴിക്കാം. വലിയ ഡയറ്റ് ഒന്നുമില്ല അങ്ങനെ. ഒരു ലിമിറ്റില് എല്ലാം കഴിക്കാം. ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നത് നമ്മുടെ കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ഡയാലിസിസ് യൂണിറ്റിൽ ഡയാലിസിസ് ചെയ്യാൻ വരുന്ന വ്യക്തികളുടെ ബൈസ്റ്റാൻഡേഴ്സാണ്. അവരുടെ ഭാര്യമാരും അവരുടെ ഭർത്താക്കന്മാരും സഹോദരങ്ങളൊക്കെയാണ് ഇരിക്കുന്നത്. ഇവിടെ വരുന്നത് ഇവരുടെ ഒരു വീട് പോലെ ഇവിടെ വന്ന് ഒരു കുടുംബമായിട്ട്, അത് അവരുടെ വീടിനേക്കാൾ കൂടുതൽ ഈ രോഗികളുടെ എല്ലാവരുടെയും ഒരു കുടുംബമായിട്ടാണ് ഇവരോട് കഴിയുക. അവരോടാണ് നിങ്ങൾക്ക് സംസാരിക്കാനുള്ളത്. അവരുടെ വർത്തമാനങ്ങൾ നിങ്ങൾ കേൾക്കണ്ടേ? ഓക്കെ ആൻറ്റി, ഇത്ര ആരകത്തുള്ളത്? ഹസ്ബൻഡാണ്. ഓക്കെ. എത്ര നാളായി ഇവിടെ വരാൻ തുടങ്ങി? 2 വർഷമായി. മെയിൽ വന്നത് 1 വർഷം 2 വർഷമായി തുടങ്ങിയിട്ട്. വേറെ ഹോസ്പിറ്റലായിരുന്നു ആദ്യം. പിന്നെ അതിനുശേഷം ഇവിടെ വന്നിട്ട് 1 വർഷമായി. ആവണുള്ളൂ. മെയിലാണ് വന്നത്. മെയിലാണ് വന്നത്. കുറച്ച് മാസങ്ങളായി. അതിനുശേഷം പരിചയപ്പെട്ടവരാണ് ഇവരൊക്കെ. ഒരു കുടുംബമായിട്ട് പോകുന്നു. ഓക്കെ. ചേച്ചിയുടെ മൈക്ക് പിടിക്കാവോ? എൻ്റെ ബ്രദറാണ്. ബ്രദറിന് തുടങ്ങിയിട്ട് 4.5 വർഷമായി. എൻ്റെ കൂടെയാണ് എൻ്റെ ബ്രദർ താമസിക്കുന്നത്. ആദ്യം അമരയിലായിരുന്നു. ഇവിടെ ഞങ്ങൾ 1.5 വർഷമായി. ഇവിടെ എന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും ഒരു കുടുംബം പോലെയാണ്. അച്ഛൻ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര പോസിറ്റീവ് എനർജിയാണ്. ഇവിടെ അച്ഛൻ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത് എപ്പോഴും വന്ന് ഇങ്ങനെ നർമ്മങ്ങൾ ഇങ്ങനെ പറയാറുണ്ട്. എൻ്റെ ഹസ്ബൻഡാണ് ഇവിടെ ഡയാലിസിസ് ചെയ്യുന്നത്. 1 വർഷം കഴിഞ്ഞു ഇവിടെ വന്നു തുടങ്ങിയിട്ട്. 2 വർഷം 3 വർഷമായി ഡയാലിസിസ് തുടങ്ങിയിട്ട്. ഇപ്പോൾ ഇവിടെ വന്നിട്ട് 1 വർഷം. ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾ ഡയാലിസിസ് പേഷ്യൻ്റാന്നുള്ളത് ഞങ്ങൾ മറക്കാണ്. അച്ഛനും സാറും നഴ്സുമാരും തരുന്ന സ്നേഹവും പിന്നെ ഞങ്ങൾക്ക് ഇവിടെ വരുമ്പോഴാണ് ഇപ്പോൾ നല്ല സന്തോഷവും പോസിറ്റീവ് എനർജിയും എല്ലാം ഉള്ളത്. ഇവിടെ വന്നതിന് ശേഷം ആശുപത്രിയിൽ പോണത് പോലെയല്ല, നല്ല മാറ്റങ്ങളുണ്ട്. ചേട്ടനായാലും നല്ല മാറ്റമുണ്ട് ഇവിടെ ചെയ്തു തുടങ്ങിയപ്പോൾ. ആൾ നല്ല ഉഷാറാണ്. അത്യാവശ്യം ആൾ പുറത്തൊക്കെ പോകുന്നുണ്ട്, കുഴപ്പമില്ല. പിന്നെ ഇവിടെ വരുമ്പോൾ നമുക്കൊരു സന്തോഷം, എല്ലാവരെയും കാണാനും നമുക്ക് സംസാരിക്കാനും. പിന്നെ അച്ഛനായാലും സാറുമാരായാലും എല്ലാവരായാലും നല്ല ജോലിയാണ് ഇവിടെ, സുഖം. എൻ്റെ മോനാണ്. ഞങ്ങൾ 5 വർഷമായി തുടങ്ങിയിട്ട്. ഇവിടേക്ക് വന്നിട്ട് 1 വർഷം കഴിഞ്ഞു. സുഖമായിട്ട് പോകുന്നു, കുഴപ്പമൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ പോകുന്നുണ്ട്. വിശേഷമൊന്നുമില്ല. എൻ്റെ ഹസ്ബൻഡാണ്. 1.5 വർഷമായി ഇവിടെ ഡയാലിസിസ് ചെയ്യുന്നു.
ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ഇവിടെ ഡയാലിസിന് വരുമ്പോൾ വളരെ സാറ്റിസ്ഫാക്ഷനാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത്. ഇപ്പോൾ തുടക്കത്തിൽ ഇവിടെ തുടങ്ങിയപ്പോൾ എല്ലാവർക്കും ഒരു പേടി ഉണ്ടായിരുന്നു, ഇപ്പോൾ ഡോക്ടേഴ്സ് ഇല്ല, അപ്പോൾ ഇവിടെ ഡയാലിസ് നല്ല ക്ലിയർ ആയിട്ട് നടക്കുമോ എന്നൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് ഞങ്ങൾക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി നല്ല ഡയാലിസാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നല്ല സംതൃപ്തിയോടെ ഇവിടെ ഇരിക്കാൻ പറ്റും. പിന്നെ ഇവിടെ എല്ലാവരോടും നല്ല ഒരു കുടുംബം പോലെയാണ്. നമുക്ക് ഇവിടെ വരുമ്പോൾ നമുക്ക് സമാധാനവും മനസ്സിനൊരു സന്തോഷമാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇവിടെ വന്നിട്ട് ഒരു 6 മാസത്തോളമായി. അപ്പോൾ ഇവിടെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, അങ്ങനെ ഡീസൻ്റായിട്ട് പോകുന്നു. എൻ്റെ ഭാര്യയാണ് 2 കൊല്ലമായി ഡയാലിസിസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അമലയിലായിരുന്നു, ഇവിടെ വന്നിട്ട് 1.5 കൊല്ലമായി. വലിയ കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, സുഖമാണ്. നമ്മുടെ CEO ആണ് അല്ലേ? ഞാൻ ഈ സ്ഥാപനത്തിൻ്റെ CEO ആണ്. അപ്പോൾ ഇവിടെ ഇവരെല്ലാവരും പറഞ്ഞതുപോലെ ഞങ്ങൾ 2 വർഷമായിട്ട് വളരെ നല്ല രീതിയിൽ പാവപ്പെട്ട സാധാരണക്കാരായ രോഗികളാണ് മുഴുവൻ. അപ്പോൾ അവരെ ഫ്രീ ഡയാലിസിസ് കൊടുക്കുക എന്നുള്ളത് അച്ഛന് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം ഏകദേശം ഒരു 10 ലക്ഷത്തോളം രൂപ നമുക്കൊരു മന്ത്ലി ബില്ല് ഇതിൻ്റെ വരുന്നുണ്ട്. അപ്പോൾ അത് മുഴുവൻ ഉണ്ടാക്കുന്നത് അച്ഛൻ്റെ ഏക സോഴ്സാണ്. അത് ആളുകൾ ഇത് സൗജന്യമായിട്ട് ഡയാലിസിസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അച്ഛൻ്റെ ഒരു വിശ്വാസത്തിലാണ് ആളുകൾ ഇത് അച്ഛനെ ഏൽപ്പിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്കിത് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. വലിയ ഒരു സാമ്പത്തിക ബാധ്യതയാണെങ്കിലും അതൊന്നും അറിയാതെ അത്രയധികം ആളുകൾ ഈ നല്ല കാര്യത്തിന് അച്ഛനെ സഹായിക്കാനും അച്ഛൻ്റെ ഒപ്പം നിൽക്കാനും ലോകത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ, വിദേശങ്ങളിൽ നിന്നും പ്രത്യേകിച്ചും അമേരിക്ക ഒക്കെ മുഴുവൻ ആളുകളും അച്ഛനെ സഹായിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ ഡയാലിസിസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. അത്രയധികം 30ഓളം രോഗികൾ നമുക്ക് സ്ഥിരം ഇവിടെയുണ്ട്. അവർക്ക് ദിവസവും 1.5 വെച്ചിട്ട് വീണ്ടും അതേ രോഗികൾക്ക് തന്നെ ഡയാലിസിസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ക്രിസ്മസ് ഇവരുടെ കൂടെ ആയിരുന്നു. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് അച്ഛനും ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു ഹാപ്പി ക്രിസ്മസ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പറയാം. പറഞ്ഞോ ഹാപ്പി ക്രിസ്മസ്.